ഹലോ, വെൽക്കം ടു ടേണിംഗ് സ്റ്റാർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി ഇൻഡസ്ട്രിയിലെത്തി ചെയ്ത സിനിമയിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു സ്പെഷ്യൽ ആയ ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീലക്ഷ്മി സന്തോഷ്. ഹലോ ശ്രീലക്ഷ്മി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഓക്കെ, ഏതായിരുന്നു ആദ്യത്തെ സിനിമ? ചിൽഡ്രൻസ് പാർക്ക്, ഷാഫി സാറിൻ്റെ റാഫി സാറിൻ്റെ മൂവി. അതിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു മൂവിയിലോട്ട് പോകുന്നത് തന്നെ. ആദ്യമേ എനിക്കിങ്ങനെ ഒരു കോസ്റ്റിംഗ് കോൾ ഉണ്ട്, അതുകൊണ്ട് നീ ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ചുമ്മാ അയച്ചു കൊടുത്തതാണ്. അങ്ങനെ ഓഡീഷന് വിളിച്ചു, അറ്റൻഡ് ചെയ്തു, അങ്ങനെ കിട്ടി. ആക്ടിംഗ് പാഷൻ എങ്ങനെ കുട്ടിക്കാലം മുതലേ ഉള്ളതായിരുന്നു അതോ ബൈ ആക്സിഡൻ്റലി അങ്ങനെ സംഭവിച്ചതാണോ? ആക്സിഡൻ്റലി അല്ല, എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിലോട്ടുള്ളൊരു ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ആക്സിഡൻ്റലി കിട്ടി. സോ ഫസ്റ്റ് ഓഡിഷനിൽ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ട്? ഫസ്റ്റ് ഓഡീഷനിൽ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ എന്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അതിൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ്. ആ സിനിമയിൽ തന്നെ ഒരു സീക്വൻസ് ആണ് തന്നെ. ആ അതെ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഈ ആക്ട് ചെയ്യാൻ പോയ സമയത്ത് ടെൻഷൻ അങ്ങനെയുള്ള ആളാണോ അതോ റിലാക്സ് ആയിട്ട് അത് ഡീൽ ചെയ്യുന്ന ആളാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായില്ല. ചിൽഡ്രൻസ് പാർക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് മൂവി ഞാൻ വെള്ളം ചെയ്തു, ജയസൂര്യയുടെ മോളായിട്ട്. അങ്ങനെയുള്ള മോളായിട്ട് ചെയ്തപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായി. അന്ന് ഞാൻ ആ ഒരു ലൊക്കേഷനിൽ പോകാൻ നേരത്തെ നല്ല ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതെങ്ങനെ ആ ചാൻസ് വരുന്നത് എങ്ങനെയാ? ഇത് ഈ സിനിമ കണ്ടിട്ടാണോ ചാൻസ് വരുന്നത് അതോ അല്ലാണ്ട് പിന്നെ ഓഡിഷൻ പോയിട്ടാണോ? അല്ല, ഓൾറെഡി വെള്ളത്തിന്റെ ഓഡിഷൻ കഴിഞ്ഞായിരുന്നു. ഒരു 2 ഓഡിഷൻ എന്തോ വെള്ളത്തിൻ്റെ കഴിഞ്ഞു. കുട്ടികൾക്ക് മീൻസ് വേണം എന്നുള്ളൊരു സംഭവത്തിന്. ഈ റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, പ്രൈമലിൻ്റെ കൺട്രോളർ. എൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തം നോക്കുന്ന ചേട്ടനാ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി എല്ലാവരും ഒന്ന് കാണാം, ഡയറക്ടറിനൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് അവരെന്നെ ഇതേപോലെ അവരുടെ ഒരു സീക്വൻസ് ചെയ്യിപ്പിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ കയറിയത്. അപ്പോൾ സഡൻ ആയിട്ടാണ് വെള്ളം കിട്ടുന്നത്? അതെ. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ ടെൻഷൻ ആവേണ്ട റീസൺ എന്താ ഫസ്റ്റ് ഫിലിമിലില്ലാതെ? ടെൻഷനിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു മീൻസ് ആക്ടർ അല്ലേ പുള്ളിക്കാരനോട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ നല്ല കൂളൊരു മനുഷ്യൻ, അത്രയും സിമ്പിളാണ്, എല്ലാം പറഞ്ഞു തരും. സ്ക്രിപ്റ്റ് തന്നാൽ തന്നെ എൻ്റെ അടുത്ത് പറയും നമുക്ക് ഇതേപോലെ ചെയ്യണ്ട, നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ ചെയ്യാം എന്ന് പറയും. അതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അഭിനയിക്കുമ്പോൾ, നമ്മുടേതായ എന്തെങ്കിലും ഒരു എലമെന്റ് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ നോക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു ജയസൂര്യമൊത്തുള്ള? ഞാൻ മറ്റേ വാട്ടർമാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കളിയാക്കുന്നത് എന്ന് വെച്ചാൽ ജയസൂര്യനെ വാട്ടർമാൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സീനായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് സിനിമ എന്നത് ഉൾക്കൊള്ളുന്നത്? അതായത് ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ സ്വയം എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു തിങ്കിങ് പ്രോസസ്സോ അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ഒരു നമ്മൾ അഭിനയിക്കാൻ പോവാണല്ലോ, നമ്മൾ ഡേ ബൈ ഡേ ചെയ്യുന്ന കാര്യമല്ല, പുതിയൊരു കാര്യമാണ്. ആ പ്രോസസ്സ് എങ്ങനെയാ ആ കുട്ടിക്കാലത്ത് എങ്ങനെയാ അതൊന്ന് കൺവേർട്ട് ചെയ്തത് ആക്ടിങ്ങിലോട്ട്? കിട്ടുന്ന ഒരു റോള് അത് ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനത് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണ്ടേ കണ്ണാടിക്ക് മുമ്പിലൊക്കെ? സാധാരണ ഞാൻ ഓരോ ആക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതേപോലെ കണ്ണാടിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ. ഞാൻ ഇതേപോലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സ്കൂൾ ടൈമിൽ എങ്ങനെ ഈ സ്റ്റേജ് ഷോസോ അല്ലെങ്കിൽ നാടകങ്ങളോ ആക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളാണോ അതോ? എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് വരെ ആക്ടിങ് റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. സഡൻ ആയിട്ട് പോയി അഭിനയിക്കുമായിരുന്നു? ഡാൻസിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലാത്ത ഈ ആക്ടിങ് പരിപാടി ഒന്നും ഉണ്ടായില്ല. ശരി, ഇപ്പോൾ വരാൻ പോകുന്ന സിനിമയെ പറ്റി സംസാരിക്കാം. ലേറ്റസ്റ്റ് സിനിമ 5-ാം തീയതി എൻ്റെ പുതിയ മൂവി റിലീസായി, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട്. ഏഞ്ചൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ ചെയ്തേക്കുന്നത്. ഇനി അത് റിലീസാകാൻ പോകുന്നത് ഓട്ടം തുള്ളൽ, മാർത്താണ്ഡ സാറിൻ്റെ മൂവി. ഓക്കെ, ഈ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിൽ ത്രോട്ട് ക്യാരക്ടർ ആണോ, എന്താണ് അതിൻ്റെ ഒരു? അതിൽ ഞാൻ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് അതിനകത്ത് പോയത്. പക്ഷെ ആദ്യം തൊട്ടേ ഞങ്ങളുടെ ഒരു കഥ വെച്ചിട്ടാണ് മൂവി പൊക്കോണ്ടിരിക്കുന്നത്. എന്നെ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫ് തൊട്ട്. ആദ്യം മുതലേ പരാമർശിക്കുന്നുണ്ട് സിനിമയിൽ? അതെ. അങ്ങനെയാണോ? ഇൻഡയറക്റ്റ് ആയിട്ട് സിനിമയെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഓക്കെ, എന്താണ് ആ സിനിമയുടെ ഏറ്റവും ഒരു ഫണ്ണി മൊമെന്റ് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഫണ്ണി മൊമെന്റ് ഗോഡ് പ്രത്യക്ഷപ്പെടുന്നു, വരം ചോദിക്കുന്നു. ഇപ്പൊ നമ്മളോട് ഒരു വരം ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന, നമ്മൾ ഒരു കുറെ വരം പറയുമല്ലോ, നമ്മുടെ സ്വയം കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആവശ്യപ്പെടുന്നത്. വേറെയുള്ള ആൾക്കാർക്ക് ഇത് വേണം അത് കൊടുക്കണം എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പൊ അതിന്റെ സൈജു കുറുപ്പും സണ്ണി വെഞ്ചായിട്ടുള്ള ഒരു ജസ്റ്റ് കോമഡി പരിപാടി, ഒരു ഫാന്റസി മൂവി. ശരി, ശരിക്കും തന്റെ മുമ്പിൽ ഇപ്പൊ ഗോഡ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നല്ല ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആവണം. കുറച്ച് ഫാന്റസീസ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇതിപ്പോ നോർമലി എല്ലാ പെൺകുട്ടികളോടും എന്താ വേണ്ട ആഗ്രഹം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അഭിനയിക്കുന്ന എല്ലായിടത്തും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഉത്തരവാ. അതല്ലാണ്ട് ഒരു സൂപ്പർ പവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാന്റസി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചൂസ് ചെയ്യുക? അങ്ങനെ റിയലിസ്റ്റിക് പേഴ്സൺ ആണോ? അങ്ങനൊന്നുമില്ല, എങ്കിലും പറഞ്ഞു പറ്റില്ല. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമുക്ക് മറ്റില്ല ഈ ടൈം ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ പറയുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ ടൈം ലൂപ്പ് ആണോ?
ഈ ഒരു വാച്ച് ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ ഏതാ 24 ആണോ ആ, മറ്റേ ടൈം ഫ്രീസ് ചെയ്യുന്ന ആ പരിപാടിയാണ്. ശരി, ടൈം ഫ്രീസ് ചെയ്തു, എന്താ ചെയ്യാ അപ്പൊ അങ്ങനെ? എന്തൊക്കെയുണ്ട് ഒരു കാര്യം പറ കേക്കട്ടെ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ വെച്ചാൽ ആരും അറിയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ടൈം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. ശരി, എക്സാം എന്താ? ഐ മീൻ എക്സാംസ് ടൈം ഫ്രീസ് ചെയ്ത് കള്ളത്തരമായി എഴുതുകയാണോ? കൊറേ ഉണ്ട്. ഏതിലും ഒന്ന് ഇല്ല. ശരി, ഓക്കെ. ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാ? വരാൻ പോകുന്നത് ഓട്ടം തുള്ളലാണ്. അതിൽ എങ്ങനെയാണ് ക്യാരക്ടർ? ഹരിശ്രീ അശോകൻ ചേട്ടന്റെ മോളായിട്ട് അതിനകത്ത് ചെയ്യുന്നു. ശരി, ഇത്രയും ആക്ടിങ് സിനിമകൾ ചെയ്തതിൽ ഫേവറേറ്റ് സിനിമ ഏതായിരിക്കും? വെള്ളം. വെള്ളം തന്നെയാണ്. എന്താ അത് സ്പെഷ്യൽ ആവുന്നത്? എന്താ അത് സ്പെഷ്യൽ ആ ഒരു ലൊക്കേഷൻ ആയാലും പിന്നെ ഡയറക്ടർ പ്രതീഷ് ചേട്ടൻ എല്ലാവരും അത്രയ്ക്ക് നമുക്ക് ആ ഒരു ബോണ്ടിങ്ങിൽ പോയി. അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഒന്നത്തെ കാര്യം ഞാൻ കുഞ്ഞായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കരമായി എന്നല്ല പറയുന്നത്, അന്നത്തെ പ്രായമല്ല ഇന്ന്. അന്നത്തെ പ്രായമല്ല ഇന്ന്. അപ്പം അതിൻ്റെതായ ഒരു കൺസൾട്ടേഷനും എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? സ്ഥിരം ഒരു നായിക അങ്ങനത്തെ ഷെയ്ഡ് പോകണോ, അതോ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനാണോ താല്പര്യം? കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനൊരു ഇതുണ്ട്. ഒരു ഡ്രീം റോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്. ഓക്കെ, എന്തായിട്ട് അഭിനയിക്കണം? മകളായിട്ടാണോ? മകളായിട്ട്. അല്ലാതെ മഞ്ജുയുടെ കൂടെ വേറെ അഭിനയിക്കാൻ പറ്റുമല്ലോ, ഡ്രൈവറായിട്ട് അഭിനയിക്കാമല്ലോ. കരിയറിൽ നായികയായിട്ട് വന്നൊരു സിനിമയുണ്ട്, സമാധാന പുസ്തകം. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഹീറോയിൻ വേഷം എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ? അതില് മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അവന്റെ കൂടെ അവനെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് എന്നാൽ നായികയായിട്ട് ചെയ്യുന്നൊരു ഇന്ദു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അത് ചെയ്തേക്കുന്നത്. നായികയായിട്ട് വന്നപ്പോഴത്തേക്കും സിനിമയിൽ ഇപ്പോൾ വന്നതിന് ശേഷം ലൈഫിലുണ്ടായ ചേഞ്ച് എന്താണ്? ഐ മീൻ നമ്മൾ സിനിമ വരുമ്പോഴത്തേക്കും ആൾക്കാർ തിരിച്ചറിയുകയും ശ്രദ്ധിക്കപ്പെടുകയും ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴത്തേക്കും ഓരോ രീതിയല്ലേ, സോ അത് ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യാ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ സെലിബ്രിറ്റി ലൈഫ് ആയതിനു ശേഷം ഐ മീൻ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുമല്ലോ, സിനിമകൾ കാണുന്ന ആൾക്കാർ. എന്താണ് ഒരു ഫാൻ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ ഭയങ്കര ഇത് ഇല്ല, എന്നാലും ചിലവര് എന്നോട് വന്നിട്ട് ആ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ ഫേസ് രജിസ്ട്രേഷൻ അങ്ങനല്ല, എന്നാലും ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അത് എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല എന്നുള്ളത്. പിന്നെ മൂവി കാണുന്ന ആൾക്കാർക്ക് ഓക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്നോട് അതിന് ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വന്നിട്ട് പറയും, ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. സ്കൂളില് സിനിമയിൽ അഭിനയിച്ച ശേഷം എന്തെങ്കിലും പ്രിവിലേജ് യൂസ് ചെയ്തിട്ടുണ്ടോ? കലോത്സവത്തിന് എന്നെ മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല. എന്താണ്, ഗസ്റ്റ് ആണോ അതില്? ഒന്നാമത്തെ കാര്യം ഇത്. പിന്നെ കലോത്സവത്തിന് എന്നെ ഇങ്ങനെ പുറകെ വരും ടീച്ചേഴ്സ്. ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല. ടീച്ചർ പറയും അത് ചെയ്യണം, ഇന്ന് ഇപ്രാവശ്യം നിന്റെ 3 പ്രോഗ്രാം ഉണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറയും. ഞാൻ എത്രയൊക്കെ പറഞ്ഞ് ടീച്ചറിനെ വെട്ടിച്ച് പോയാൽ എന്നെ പിടിച്ച് ചേർക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ സ്കൂളിൽ? പോയിട്ടുണ്ട്. അവിടുത്തെ ക്ലബിന്റെ ഇൻവിറ്റേഷൻസും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. സ്വന്തം സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു. എന്റെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ മാത്രം വന്ന് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ കളിയാക്കി ചെയ്തേ. പൊന്നാടനീക്കൽ ചടങ്ങ് അതൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതലും എനിക്ക് നടന്നിട്ടുള്ള സംഭവം വെള്ളം മൂവി റിലീസ് ആയപ്പോഴത്തേക്കും എനിക്ക് ഫുള്ളതായിരുന്നു. ഈ എന്താ പറയാ ട്രോഫീസ് അത് ഇത് എല്ലാം വാങ്ങാൻ പോവുക, ആ പരിപാടിയാണ്. എനിക്ക് കുറച്ച് നാളത്തേക്ക് എനിക്ക് ആ പരിപാടിയായിരുന്നു. ഓക്കെ, ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ കണ്ടായിരുന്നല്ലോ. ചേട്ടാ ചോദിക്കണം എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഛേദ വികാരം? ഐ മീൻ അത് തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്കിത് തുടങ്ങണം ചുമ്മാ വീഡിയോസ് ഇടണം എന്നുണ്ടായിരുന്നു. അതായത് സിനിമയിൽ വരുന്നതിന് മുന്നേ ആണോ? അല്ല, അതിനുശേഷം. ഓക്കെ. കാരണം എന്നിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ നിന്ന ആൾക്കാർ എല്ലാവരും ഇട്ടു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരും ഇല്ല, എല്ലാവരും തുടങ്ങി. എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. പിന്നെ ഒരു ദിവസം ഞാൻ ചുമ്മാ ഇട്ടതാ, അല്ലാതെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു കോമഡിക്ക് ഇട്ടതാ. എന്താ ചെയ്തത്? എന്തുവാ ആൾക്കാർ അറിയട്ടെ? ചാനലിന്റെ പേരും പറഞ്ഞോ, അങ്ങനെ കുറെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. എന്തിനാ? എനിക്കത് ആരും അറിയണമെന്ന് വല്ല നിർബന്ധമൊന്നുമില്ല. ഞാനത് എന്റെ ഇൻസ്റ്റ സ്റ്റോറി പോലും വെക്കാറില്ല. ആരെങ്കിലും അറിയുന്നു? ഡെയിലി ലൈഫ് ആണോ? കണ്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്. ചുമ്മാ വീട്ടിൽ കൊച്ചിരിക്കുന്നത്, പിന്നെ ഉള്ളി അരിയുന്നതാണ് കണ്ടന്റ്. എന്തൊക്കെയുണ്ട്. ഓക്കെ, രസമായിരുന്നു കേട്ടോ. ഇനി ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ. അല്ലല്ല, കാര്യമായിട്ട് പറയുക, ഞങ്ങൾക്കൊരു യൂട്യൂബറെ കൂടെ വേണം.
ഒരു ആർട്ടിസ്റ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ നല്ലൊരു യൂട്യൂബ് ചാനൽ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു വരയനിലേത്. സ്ക്രീൻ ടൈം കുറവായിരുന്നു, പക്ഷെ ആ സിനിമയിൽ മൊത്തം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു ജേണിയും അതിലുള്ള ഓർമ്മകളും എന്താണ്? അതിനകത്ത് അതിൻ്റെ ലൊക്കേഷൻ തന്നെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിനകത്തൊരു അരമണിക്കൂർ ബോട്ടിൽ തന്നെ യാത്ര ചെയ്യണം, വൺ സൈഡ്. എന്നുവെച്ചാൽ ഒരു ലേക്കിന്റെ നടുക്ക് ആ പള്ളി നിൽക്കുന്നത്, അതിൽ കാണിക്കുന്ന പള്ളിയില്ലേ, ലേക്കിന്റെ നടുക്കാണ് പള്ളി നിൽക്കുന്നത്. വൺ സൈഡ് തന്നെ അരമണിക്കൂർ പോകണം. ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1.5 മണിക്കൂർ എന്തായാലും ട്രാവലിംഗ് തന്നെ, വെച്ചാൽ ബോട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അതിൽ ഞാൻ സിജു വിൽസന്റെ എന്താ പറയുക, സിജു വിൽസൺ എന്നെ സപ്പോർട്ടിങ് ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന, ഞാനൊരു വയ്യാത്ത കുട്ടിയുടെ ചെയ്യുന്നതിനകത്ത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിലെ ക്യാഷ് ആയാലും എല്ലാം എനിക്ക് വേണ്ടിയിട്ടൊരു സാക്രിഫൈസിങ് ടൈപ്പ് ഒരു ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത്. അവസാനം ക്ലൈമാക്സ് കണ്ടല്ലേ, ഓടി വന്ന് അടികൊള്ളുന്ന സിജു വിൽസനെ രക്ഷപ്പെടുത്തുന്ന ക്യാരക്ടർ ആയിരുന്നു. അതെ, മിറാക്കിൾ ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ, പക്ഷെ ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ്. ഇരുന്ന് അഭിനയിക്കാൻ ഏറ്റവും പാടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? ഇരുന്ന് അഭിനയിക്കാൻ പാട് കുഴപ്പമില്ല, മുഖമുള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നാണോ? അതെ. ശരി, ഓക്കെ. പഠിത്തത്തിൽ എങ്ങനെയാ, എന്താ ഇപ്പൊ ആക്ച്വലി വിദ്യാഭ്യാസപരമായി ഇപ്പൊ ഏത് സ്റ്റേജിലാണെന്ന് നമ്മുടെ പ്രേക്ഷകരൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ബികോം ഫിനാൻസ് ചെയ്യും. ഓക്കെ, എന്താണ് ബികോം ചൂസ് ചെയ്യാനുള്ളത്? ഞാനും ബികോമാ, ടാക്സ് ആയിരുന്നു. ഇതാരെ നിർബന്ധിച്ച് ബികോം പഠിപ്പിച്ച്? അമ്മയാണോ? എന്നെ വീട്ടിൽ നിന്ന് പ്രഷർ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല, ബികോം പഠിപ്പിച്ച് സത്യമായിട്ട് ഒരു പ്രയോജനമില്ല. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഫിനാൻസ് പഠിച്ചിനി എങ്ങനെയാണ്? പഠിച്ച് അക്കൗണ്ടൻസി പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ട് ആവാനാണോ ആഗ്രഹം, അതോ അഭിനയിച്ച് MBA ചെയ്യാൻ വിചാരിച്ചു? എന്നോട് CA തല പൊകഞ്ഞു പോകും. അങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട്, ഐ മീൻ അങ്ങനെ ഒരു കരിയർ കൊണ്ടുപോകാനാണോ? എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആക്ടിങ് തന്നെയാണ്. എനിക്ക് ഇതിലെന്തെങ്കിലും ആകണം, ബാക്കപ്പ് പ്ലാൻ ആണോ പഠിത്തം? എന്നുവെച്ചാൽ ഇതിലെന്തെങ്കിലും, ഈ ഫീൽഡിൽ എന്തെങ്കിലും ഒരു നല്ല നിലയിൽ എത്തണം, നല്ലൊരു ആക്ട്രസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. പിന്നെ നമ്മളുടെ ഒരു സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ശോഭിക്കും എന്നറിയാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് എഡ്യൂക്കേഷനും ജോലി ഇല്ലെങ്കിൽ അവിടെയും പോയില്ലേ. ശോഭിക്കാനായി ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശോഭിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് വീണ്ടും വരണം ഇന്റർവ്യൂ വരാൻ. ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ആലോചിക്കണം, പ്രാർത്ഥിക്കണോ വേണ്ടേ ഒന്ന്. അപ്പൊ ഇന്റർവ്യൂ വരുമല്ലോ. ഓക്കെ, ശരി. ഇപ്പോ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു എവിടെ നമുക്ക് ഒരു ഈ പറഞ്ഞ ശോഭിക്കലുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഒരു ശോഭിക്കാനുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ടോ, പ്രതീക്ഷയുണ്ടോ? അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരു സപ്പോസ് നമ്മുടെ അനശ്വര രാജൻ, പുള്ളിക്കാരത്തി വന്നപ്പോ തൊട്ട് പുള്ളിക്കാരത്തി കിട്ടിയ എല്ലാ ക്യാരക്ടേഴ്സും അത്ര അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. വെച്ചാൽ ആ ചേച്ചിക്ക് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന സ്റ്റോറീസ് ആണ്. അതേപോലെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ മേ ബി നമ്മളും അതേപോലെ ആയിരിക്കാം. അതേപോലെ ഒരു ക്യാരക്ടർ വരട്ടെ. അതെ, ശരിക്കും ഇപ്പൊ അനശ്വരയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആവുകയോ അല്ല അവരിൽ നിന്ന് കോപ്പി ചെയ്യുന്ന എലമെന്റോ അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? മറ്റുള്ള അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സമപ്രായക്കാരായ ആൾക്കാർ അഭിനയിക്കുന്നതോ? നോക്കിയിട്ടുണ്ട്. അനശ്വര അല്ല, മമിത. മമിതയാണോ ഫേവറേറ്റ് ആയിട്ടുള്ളത്? ഫേവറേറ്റ് അങ്ങനല്ല, എന്നാലും പുള്ളിക്കാരത്തിന്റെ ഓരോ ചില ഇതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്താണ് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം? എന്താണ് ആക്ടിംഗിൽ പ്രേമലുവിന്റെ ഓരോ വെച്ചാൽ ഈ വിഷമമായാലും സന്തോഷമായാലും പുള്ളിക്കാരത്തി ഒരു മാനേജ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ ഈ കണ്ണാടി നോക്കാന്ന് പറഞ്ഞില്ലേ, ഇതേപോലൊക്കെ ചെയ്തു നോക്കി. ഏതാ മമിത ചെയ്യുന്നത് പോലെ കണ്ണാടി നോക്കി? അതേപോലെ. എന്നിട്ട് എന്താ സ്വയം തോന്നി, നന്നാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, സിനിമയിൽ ഇപ്പോ ആക്ടിങ്ങിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. സിനിമയുടെ വേറെ ഏതെങ്കിലും മേഖലയിൽ ട്രൈ ചെയ്യണമെന്നുണ്ടോ? റൈറ്റിംഗിലോ ഡയറക്ടിങ്ങിലോ? ആദ്യമേ നമ്മൾ ഈ ഒരു ആക്ടിംഗ് ഫീൽഡിൽ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ, ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ജസ്റ്റ് ബാക്കിയൊക്കെ നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഭാവിയിൽ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഡയറക്ടറെയും ഒരു റൈറ്ററെയും കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? റൈറ്റർ അത്ര കഴിവൊന്നുമില്ല, വേറെ നമുക്ക് നോക്കാൻ പറ്റില്ല. ശരി, ഓക്കെ, ശരി. ഡ്രീം എന്താണ് അൾട്ടിമേറ്റ്ലി? ഇത് കറന്റ്ലി ഇപ്പോഴത്തെ ഡ്രീം ഇത് തന്നെയാണ്, വേറെ ഒരു ഡ്രീമും ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ബിഗ് ആർട്ടിസ്റ്റ് ഉള്ളൊരു സിനിമയിൽ കണ്ടായിരുന്നു, സ്റ്റാറിൽ. എങ്ങനെ അത്രയും ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാവുന്നത്? അതിൽ ജോജു ജോർജിന്റെ മോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികളേ ഉള്ളൂ, 2 പെൺകുട്ടികൾ. വെച്ചാൽ ഒരു പെൺകുട്ടികളല്ല, ഒരു അനിയനും പിന്നെ അതിനകത്തൊരു അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഒരു മോളുണ്ട്. അങ്ങനെ 3 പേരാണ് ഇതിലുള്ളത്.
അപ്പോൾ ഞാൻ വന്നു. പക്ഷേ പെട്ടെന്ന് അതിനകത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ജോജു ജോർജ് പറഞ്ഞു ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് 3 പേരെ ആവശ്യമില്ല, അതിനകത്ത് നമുക്ക് ഒരാളെ കട്ട് ചെയ്യാം എന്നൊക്കെ. അങ്ങനെ ഞാനും പുള്ളിക്കാരനും തമ്മിലൊരു സംഭവം, ഒരു കോൺവെർസേഷൻ പോലെയൊക്കെ ഉണ്ടായി. എൻ്റെ പൊന്നു ചേട്ടാ എന്നെ കളയല്ലേ. കാരണം അതില് ഞാൻ സാനിയ ബാബു എന്ന് പറഞ്ഞിട്ട് അറിയാം, ഇപ്പൊ പുള്ളിക്കാരത്തി സീരിയല് ചെയ്യുക. അവളും ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ എൻ്റെ പൊന്നു ചേട്ടാ എന്നെ കളയല്ലേ, വേണമെങ്കിൽ അവളെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള പൈസ പോലും വേണ്ട, ഞാൻ അഭിനയിച്ചോളാന്നാണോ? അങ്ങനില്ല. ഓ പൈസ വേണം. ഞാൻ പറഞ്ഞു എന്നെ കളയരുത്, വേണമെങ്കിൽ അവളെ കളഞ്ഞോ എന്നുള്ള ടോക്കൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ദൈവമേ അവളിത് കേൾക്കുമെന്തോ. ആ കുട്ടി ഇല്ലല്ലോ സിനിമയില്? ഇല്ല, അവൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സീരിയലില് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ജോയി ചേട്ടൻ തന്റെ സോപ്പിൽ വീണു. വീണായിരിക്കും, അതിലുണ്ട് ഞാൻ. അതൊന്നല്ല, തന്റെ അഭിനയം കണ്ട ഇഷ്ടമായിട്ട് തന്നതായിരിക്കും. സോപ്പിൽ നിന്ന് വീഴുന്ന ആളല്ലേ പുള്ളി. തള്ളല്ലേ ഉള്ള കാര്യം പറഞ്ഞ. കാരണം ഞാൻ പറയാനുള്ള കാര്യം, ഇയാളുടെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ പാപ്പച്ചൻ ഒളിവിലാണ്. കാരണം അതിലും എനിക്ക് ഭയങ്കര ഒരു ജെനുവിനെയും ഭയങ്കര റിയാലിറ്റിയിലും തോന്നി. ആ പ്രായത്തിലുള്ള കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യും ഇത്തരം സിറ്റുവേഷനിൽ. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ആ സിനിമ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ സിനിമ ആക്ച്വലി കണ്ടതുപോലും ഫേസ്ബുക്കിൽ ഒരു സീൻ ഞാൻ കണ്ടായിരുന്നു. ഇയാളുടെ ഫ്ലെക്സ്, ഇയാളുടെ വൺ സൈഡ് ലവർ വെക്കുന്നത് നമുക്ക് ഭയങ്കര രസം, ഭയങ്കര സിംഗ് ഉണ്ട് നിങ്ങൾ തമ്മിൽ, ആ ഡയലോഗ്സ് എല്ലാം. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് പോയി കണ്ടതാണ് ആ സിനിമ. ഭയങ്കര റയർ ആക്ച്വലി അങ്ങനെ നമുക്കൊരു സീന് കണ്ട് സ്ട്രൈക്ക് ആയിട്ട് പോയി കാണുക എന്ന് പറയുന്നത്. അത് ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അഭിനന്ദനങ്ങൾ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു ആ കൂടെ അഭിനയിച്ച പയ്യനാരാ? കിടിലായിരുന്നല്ലോ. അവന്റെ പേര് സിദ്ധേന്ദ്ര ചൊക്കലിംഗം. ചൊക്കലിംഗം മലയാളിയാ? ചൊക്കലിംഗം ആണോ ശരിക്കും? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമാധാന പുസ്തകം മൂവി വന്ന സമയത്ത് അവിടെ ഒരു ധനുസിന് പകരം ഒരു പയ്യൻ വേണമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഈ പേര് പറഞ്ഞപ്പോഴായാലും ആദ്യമേ ചോദിച്ചത് ബംഗാളിയാണോ എന്നാ. ബംഗാളിനെ വേണ്ട. ഇവൻ ഏത് ഓഡീഷൻ ആയാലും ഏതിന് കൊടുത്താലും ഈ ബയോഡേറ്റ അയക്കുമ്പം ചൊക്കലിംഗം സംഭവം വരുമ്പോഴത്തേക്കും ആരും വിളിക്കില്ല. സത്യം ആരും വിളിക്കില്ല. ബംഗാളിയാണോ അതോ ചേട്ടൻ പറഞ്ഞ കന്നഡയാണോ എന്നൊക്കെ ചോദിക്കും. എങ്ങനെ ഈ പേരിൽ ചൊക്കലിംഗം എന്ന് ചോദിച്ചിട്ടുണ്ടോ? പുള്ളിക്കാരൻ ഈ ക്ലാസിക്കൽ ഡാൻസർ ആണ്. അച്ഛൻ, അമ്മ, 3 പേരാ. അത് ചേച്ചിമാരുടെ ഒക്കെ എന്തോ ദൃഢത അങ്ങനെ എന്തൊക്കെയോ അതിലുണ്ട് ചൊക്കലിംഗം. ഇതൊരു കുടുംബ പേരാണോ ചൊക്കലിംഗം? എനിക്കറിയാൻ പറ്റും. അതിലെന്തോ ക്ലാസിക്കൽ ഇതില് എന്തോ ഒരു സ്പെഷ്യൽ നെയിം എന്തൊക്കെയാണ്, എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ. ഈ പേര് കാരണം ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ പുള്ളിക്ക്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചൊക്കാന്ന് ആരും വിളിക്കും. സത്യം ഞാൻ വിളിക്കണ്ട, ഇത്രയും നീട്ടി വിളിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പേര് പറഞ്ഞ പുള്ളിയുടെ? സിദ്ധേന്ദ്ര ചൊക്കലിംഗം. സിദ്ധേന്ദ്ര വരെ സൂപ്പറാ, രണ്ടാമത് നശിപ്പിച്ചാൽ മതി. ശരിക്കും ആ സിനിമ ഭയങ്കര രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് ചെയ്യുമ്പോൾ ഏജ് എത്രയായിരുന്നു? ഞാൻ 10th പഠിക്കും. 10th ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ലേ? ശരിക്കും ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു വൺ സൈഡിൽ ഫ്ലെക്സ് അടിക്കുന്നതല്ല, വൺ സൈഡ് ലവർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രപ്പോസൽസോ അങ്ങനെയൊക്കെ? പ്രപ്പോസൽസ് ഉണ്ട്, വൺ സൈഡ് ലവ് ഒന്നും ഇല്ല. എങ്ങനെ റിജക്ട് ചെയ്യുന്നത്? റിജക്ട് ചെയ്യാറില്ല? അപ്പോ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കോ? പഠിക്കും, ഞങ്ങളോട് അറിയട്ടെ നിങ്ങളുടെ ന്യൂജൻ എങ്ങനെയാന്നുള്ളത്. ചേട്ടൻ ഏത് ഇയറാ? ഞാൻ അതൊന്നും ഏജ് ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ 90s കിഡിനോട്. ഓക്കെ, നിങ്ങൾ ജെൻസി അല്ലേ? അതെന്താ എല്ലാവരും അങ്ങനെ പറഞ്ഞാക്കാൻ പാടില്ല? ഇല്ല അല്ലേ, നല്ലതുകൊണ്ട് ചെയ്തു. ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതില്. അതിലിത്രയും നല്ല ഒരു താനുണ്ടല്ലോ അല്ലേ? അയ്യോടാ. ശരി, ഓക്കെ. എന്തായാലും ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനി താൻ പറഞ്ഞ പോലെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് സിനിമയിൽ ഉടനെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഒരു ഫീമെയിൽ ലീഡായിട്ട് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായൊരു ഉയർത്തിട്ട് പോട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ വ്യൂവേഴ്സിന്റെ പ്രാർത്ഥനയും ഉണ്ടാവും. സോ താങ്ക് യു. ഓക്കെ.